ആത്മകഥാ വിവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നു. ദേശാഭിമാനി ലേഖകനോട് വിശദീകരണം തേടുകയാണ് CPM. ദേശാഭിമാനിയും കണ്ണൂർ ബ്യൂറോ ചീഫ് M രഘുനാഥിനോടാണ് വിശദീകരണം തേടിയത്. M രഘുനാഥാണ് ആത്മകഥാ കുറിപ്പുകൾ തയ്യാറാക്കിയത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇന്നലെ EP ജയരാജൻ ഈ മാധ്യമങ്ങളുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്കിടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഈ കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനൊക്കെയായി ഒരു മാധ്യമപ്രവർത്തകന്റെ സഹായം തേടിയിരുന്നു. അത് രഘുനാഥാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി. ആ മാധ്യമപ്രവർത്തകനിൽ നിന്ന് ഇത് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് അതിൻ്റെ സാധ്യതയില്ല എന്നാണ്. താങ്കൾ ആ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ചോദിക്കുമ്പോഴും EP ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഈ രഘുനാഥിനോട് വിശദീകരണം തേടാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഈ ചോർച്ചാ സാധ്യത മാത്രമല്ല, ഈ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെട്ട പരാമർശങ്ങൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തുടരുന്ന അവ്യക്തതയുണ്ട്. അതായത് ഈ വിവാദ ഭാഗങ്ങൾ ഈ കുറിപ്പുകളുടെ ഭാഗമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾ M രഘുനാഥുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പാർട്ടി അങ്ങനെ ഔദ്യോഗിക സ്വഭാവത്തിൽ വിശദീകരണമൊന്നും തേടിയിട്ടില്ല. തൻ്റെ പേര് ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്, ഇത്തരം വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കുറിപ്പുകളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യം. അത് അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടി പരിശോധന നടത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിൽ സംഭവിച്ചത്, ഇങ്ങനെയൊരു കുറിപ്പ് ഏത് നിലയിലാണ് തയ്യാറാക്കപ്പെട്ടത്, എവിടെ നിന്നാണ് തയ്യാറാക്കിയത് എന്ന കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടേതായ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്വഭാവത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിലടക്കം ചർച്ചയ്ക്ക് വരേണ്ട ഒന്നാണ്. അതിന് ഔദ്യോഗിക സ്വഭാവത്തിനും എന്നതിനപ്പുറത്ത് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പരിശോധനയാണ് പാർട്ടി യഥാർത്ഥത്തിൽ നടത്തുന്നത്. എങ്ങനെയാണ് ഈ കുറിപ്പുകൾ തയ്യാറായത്, പുറത്തേക്ക് പോയതിൻ്റെ സാധ്യത എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതടക്കം, അതിലേതെങ്കിലും നിലയ്ക്ക് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ പുറത്തു വരണമെന്ന് ആരെങ്കിലും താല്പര്യപ്പെട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുറിപ്പുകൾ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്, അത് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് കൃത്യമായി തയ്യാറാക്കുന്നില്ല. നേരത്തെ EP തന്നെ പറഞ്ഞിരുന്നു, മാധ്യമപ്രവർത്തകൻ്റെ സഹായം താൻ തേടിയിരുന്നു എന്ന് EP വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് EP വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചാണ് പാർട്ടി പരിശോധിക്കുന്നത്. അത് പുറത്തേക്ക് പോയില്ല എന്നതിനും അപ്പുറത്തേക്ക് ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെട്ട പല വിവാദ പരാമർശങ്ങളും ഉണ്ട്. അത് തയ്യാറാക്കിയത് എങ്ങനെയാണ്, അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നു എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങേയറ്റം ഈ പരാമർശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളിലാണ് പാർട്ടി കുറെ കൂടിയും വ്യക്തത തേടുന്നത്. ഒപ്പം പുറത്തേക്ക് പോയി ഇതിന് പല സാധ്യതകളും ഉറപ്പായുമുണ്ട്. ആ സാധ്യതകൾ ഒരു വശത്ത് നിൽക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം പരാമർശങ്ങൾ എങ്ങനെ ഈ കുറിപ്പുകളിലെല്ലാം ഉൾപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധനയിലേക്ക് പോകുന്നത്. അതൊരു പ്രാഥമിക സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു അനൗദ്യോഗിക സ്വഭാവത്തിലാണ് പാർട്ടി ഈ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ്. അതേസമയം M രഘുനാഥ് പറയുന്നത് തന്നോട് ഔദ്യോഗിക സ്വഭാവത്തിൽ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല, ഈ ഇത്തരം വിവാദങ്ങളിൽ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കില്ല, ഇങ്ങനെ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കുറിപ്പുകളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല, അത് താൻ ആർക്കും കൈമാറിയിട്ടില്ലെന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരിക്കുണ്ടാക്കി എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് ബോധ്യപ്പെടുന്നതിന് കൂടി വേണ്ടിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ രഘുനാഥ്, ഒരു കാര്യം കൂടി അറിയേണ്ടത്, PK ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്നു രഘുനാഥ് എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ CPM-മായി അങ്ങേയറ്റം അടുപ്പമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സജോ, ഇതിപ്പോൾ EP ജയരാജൻ വിശ്വസിച്ച് ഈ കുറിപ്പുകൾ തയ്യാറാക്കി അതിൻ്റെ പരിശോധനയ്ക്കോ അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ എഴുതി ഒന്ന് എഡിറ്റ് ചെയ്യുക എന്ന വാക്കാണ് EP ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയാണ് രഘുനാഥിൻ്റെ സഹായം തേടിയത്, അല്ലെങ്കിൽ രഘുനാഥിനെ EP ചുമതലപ്പെടുത്തിയത്. അപ്പോൾ രഘുനാഥ് പാർട്ടിക്കൊരു വിശദീകരണം കൊടുത്താൽ അതിലെല്ലാം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുമല്ലേ? എങ്ങനെയാണ് ഇത് ഈ പരാമർശങ്ങൾ, ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ, സരിൻ സ്ഥാനാർത്ഥിയാകുന്നതിനോടുള്ള വിയോജിപ്പ്, PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി ചേലക്കരയിൽ ഇടതുമുന്നണിക്ക് പ്രശ്നമുണ്ടാക്കും, അത്തരം CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരുപിടി പരാമർശങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഭാഗമായി, ഇതൊന്നും ഞാൻ എഴുതിയതല്ല എന്ന് EP പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ രഘുനാഥ് കൊടുക്കുന്ന വിശദീകരണം അത് എന്തു തന്നെയായാലും അത് വളരെ ക്രൂഷ്യലായിരിക്കും ഈ ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചല്ലേ? വിജയകുമാർ, അതിലൊരു പരിശോധനയാണ് പാർട്ടിയും നടത്തുന്നത്. അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്, പാർട്ടിയും തന്നോട് ഔദ്യോഗിക സ്വഭാവത്തിലൂടെ വിശദീകരണം തേടിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുകയും
ചെയ്യുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചൊരു വ്യക്തത പാർട്ടിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അങ്ങനെ ഇങ്ങനെയൊരു കുറിപ്പ് പുറത്തേക്ക് വന്നതിൻ്റെ സാഹചര്യം, അതിൽ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നൊരു പരിശോധനയാണ്. ഔദ്യോഗിക സ്വഭാവത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ലെന്ന് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഇങ്ങനെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അതേസമയം ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് പാർട്ടി തലത്തിൽ ഒരു ബോധ്യമുണ്ടാകണം. അത്തരം പരിശോധനയാണ്. കാരണം അതിലെ പരാമർശങ്ങൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഭാഗങ്ങൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ പി സരിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അവസരവാദ രാഷ്ട്രീയം, അങ്ങനെ മറുകണ്ഠം ചാടൽ എന്ന പരാമർശം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പല ഭാഗങ്ങളിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമായും അങ്ങനെ വരുന്നതിൽ പെട്ടെന്ന് ഒരു അസ്വാഭാവികത കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് മറ്റു ഭാഗങ്ങൾ എങ്ങനെ ഉൾപ്പെട്ടു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഇതൊരു ആത്മഹത്യ കുറിപ്പ് എന്നതിൻ്റെ ഒരു ആത്മകഥ സ്വഭാവം എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ഉപയോഗിച്ച വാക്കിൽ നിന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഈ ആത്മകഥ എന്ന ഭാഗത്തിനപ്പുറത്തേക്ക് ഒരു കുറിപ്പുകളുടെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇതിന് പൊതുവായി ഉള്ളത്. ആ ലേഖനത്തിൻ്റെ സ്വഭാവം എന്ന നിലയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കി, ഇത് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കപ്പെട്ട ഒന്നാണ് എന്നത് നമുക്ക് കാണാം. വളരെ പരത്തി പറഞ്ഞു പോകാതെ കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അതിൽ പക്ഷേ ഇത്തരം അധ്യായങ്ങൾ എങ്ങനെയാണ് ഇടം പിടിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം അതിൻ്റെ ഡ്രാഫ്റ്റ് മുഴുവനായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ഡ്രാഫ്റ്റിൻ്റെ ആധികാരികത എന്താണ്, അതായത് PDF ഫയലായി തന്നെ ഈ ഡ്രാഫ്റ്റ് പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ആധികാരികത എന്താണ്, അത് തയ്യാറാക്കിയ അത് മാധ്യമപ്രവർത്തകൻ്റെ സഹായം തേടി എന്ന് പറഞ്ഞത് EP ജയരാജൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു അവ്യക്തത ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, EP ഏതായാലും അണിനയത്തിന് വഴങ്ങുകയും അദ്ദേഹം ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നു. പാർട്ടി സമ്മേളന വേദികളിലൊക്കെ അദ്ദേഹം വളരെ സജീവമാണ്. ആ കാര്യത്തിലൊന്നും അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്കിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ വിളിക്കുകയും പാർട്ടി പരിപാടി, അദ്ദേഹം കാസർഗോഡ് പരിപാടിയിൽ പങ്കെടുത്തു, പാലക്കാട് പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പാർട്ടിയുമായി ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അങ്ങനെ ഈ കുറിപ്പിൻ്റെ ഈ ഡ്രാഫ്റ്റിൻ്റെ ആധികാരികത പൂർണ്ണമായും EP ജയരാജൻ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അത് പുറത്തേക്ക് പോയിട്ടില്ല, അത് കൊടുത്തിട്ടില്ല, അത് നിയമ നടപടി. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് EP ജയരാജൻ ഇങ്ങനെ ഒരു കുറിപ്പെഴുതി ഇദ്ദേഹത്തിന് രഘുനാഥിന് നൽകിയിട്ടുണ്ടോ, രഘുനാഥിന് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ രഘുനാഥിനോട് ഈ ആശയങ്ങൾ വരുന്ന തരത്തിൽ എഴുതാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുതിയത് എഡിറ്റ് ചെയ്ത് അതൊരു പുസ്തക രൂപത്തിലാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഈ പുറത്തു വന്നത് തന്നെയാണോ എന്ന ഒറ്റ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ അതോടെ മുഴുവൻ ഈ പറയുന്ന മുഴുവൻ വിവാദങ്ങളും അവിടെ അവസാനിക്കുമല്ലോ. അതായിരിക്കില്ലേ CPM ഈ രഘുനാഥിനോട് വിശദീകരണം തേടുന്നത് കൊണ്ട് പാർട്ടി എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത്? അതായത് അങ്ങനെ ഒരു ഉള്ളടക്കമുള്ള ഭാഗം തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് രഘുനാഥ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം ആ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് സംബന്ധിച്ചൊരു പരിശോധനയാണ് നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പറയുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഭാഗം എവിടെ നിന്നാണ് ഉൾപ്പെട്ടത്, ആ ഡ്രാഫ്റ്റ് ആരാണ് തയ്യാറാക്കിയത്, അതെങ്ങനെയാണ് പ്രചരിച്ചത് എന്ന ഭാഗം ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് പരിശോധിക്കാൻ കണ്ടെത്തില്ലല്ലോ. അത് ഏജൻസി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. അതായത് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് ആ കാര്യത്തിൽ അവർ വിശദീകരിക്കുന്ന ഒരു കാര്യം. രഘുനാഥ് അസന്നിഗ്ധമായി പറയുന്നു അങ്ങനെ വിവാദ ഭാഗം തനിക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ ഡ്രാഫ്റ്റിൻ്റെ അതിൻ്റെ ആധികാരികത സംബന്ധിച്ചോ അതിൻ്റെ ഉറവിടം സംബന്ധിച്ചോ താൻ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭാഗം തനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു വിവാദ ഉള്ളടക്കം അതിലില്ല. വിവാദ ഉള്ളടക്കമുള്ള ഡ്രാഫ്റ്റ് ഒന്നും തൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ കാര്യം താൻ വിശദീകരിക്കേണ്ടത് ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭാഗം, ആ ന്യായം അങ്ങനെ തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ അപ്പോൾ ആ ഡ്രാഫ്റ്റ് പിന്നീട് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഈ വിവാദ ഭാഗങ്ങൾ അതിലെങ്ങനെയാണ് ഉൾപ്പെട്ടത് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആണ് നടക്കേണ്ടത് എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നൊരു കാര്യം. പാർട്ടി ആ കാര്യത്തിൽ പാർട്ടിയുടെ ഒരു പ്രാഥമിക പരിശോധന എന്ന നിലയ്ക്കുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നത് ഉചിതമാവില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും അനാവശ്യമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി പോകുന്നുണ്ട്. പകരം ഇനിയിപ്പോൾ പുസ്തകമൊന്നും ഔദ്യോഗിക രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ EP ജയരാജൻ ഇനിയിപ്പോൾ പാർട്ടിയുമായി പൂർണ്ണമായും അദ്ദേഹം പാർട്ടിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് തന്നെയാണ് പാലക്കാടേക്ക് ഉൾപ്പെടെ പോയത്. അങ്ങനെ വരുമ്പോൾ ഈ അധ്യായം അവസാനിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നിലയ്ക്ക് അത് പോകും. പക്ഷേ അപ്പോഴും ഈ ഡ്രാഫ്റ്റിൻ്റെ ഉള്ളടക്കം എവിടെ നിന്ന് വന്നു എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ പോലീസ് പരാതി നൽകിയിട്ടുണ്ടല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. രഘുനാഥ് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നുണ്ട് അങ്ങനെ വിവാദ ഉള്ളടക്കമുള്ള ഭാഗം തനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അത് താൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.